പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും NMP ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ. चैप्टर का नाम, पाठ का नाम क्या है? डॉक्टर के नाम, मजदूर का पत्र. यह एक कविता है. इसका रचयिता कौन है? ബർത്തോൾഡ് ബ്രെക്റ്റ്. ഇദ്ദേഹം ഒരു ജർമ്മൻ കവിയാണ്. ജർമ്മനിയിലെ ഐൻസ്ബർഗിൽ 1898 അദ്ദേഹത്തിൻ്റെ ജനനം. ഇംഗ്ലീഷ്, ചൈന സാഹിത്യത്തിൽ വളരെയധികം തൽപരനായിരുന്നു അദ്ദേഹം. ഉപന്യാസം, നാടകം, കവിത എന്നീ മേഖലകളിലൊക്കെ അദ്ദേഹം തൻ്റെ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല ഒരു സാമൂഹ്യ തത്വചിന്തകൻ കൂടിയായിരുന്നു. 1956 ഓഗസ്റ്റ് 14 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ചിന്തിക്കേണ്ടതായ അല്ലെങ്കിൽ വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് ഈ കവിതയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പ്രദേശത്തും തല ഉയർത്തി നിൽക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യുകയും അവരുടെ ജീവിതം തന്നെ തകർത്തെറിയുകയും ചെയ്യുന്ന വേദനാജനകമായ അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് അദ്ദേഹം ഇതിലൂടെ. ഒരു പാവപ്പെട്ട രോഗി തൻ്റെ വിഷമം ഡോക്ടറോട് പറയുന്ന രീതിയിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. രോഗി പറയുന്നത്, ഡോക്ടറെ, ഞങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം എന്താണെന്ന്. അത് വളരെ ചെറിയ ഒരു വാക്കാണ്. സത്യത്തിൽ അതെല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു രോഗകാരണമായി ആരും കാണാറില്ല. മാത്രവുമല്ല, നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ വലിയ പ്രതീക്ഷ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ സുഖപ്പെടുത്തും എന്ന് തന്നെയാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആളുകളുടെ പണം കൊണ്ടുണ്ടാക്കിയ വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ 10ഓളം വർഷം ധാരാളം പണം ചെലവഴിച്ചുകൊണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ നേടിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളെ സുഖപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ സത്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ ആരോഗ്യവാന്മാരാക്കാൻ സാധിക്കുന്നുണ്ടോ? ഞങ്ങളുടെ പണം കൊണ്ടുണ്ടാക്കിയ മെഡിക്കൽ കോളേജുകളിലാണ് നിങ്ങൾ പഠിച്ചത്. പക്ഷേ അതിനുള്ള കാരുണ്യമോ അതിനുള്ള ഒരു ഇളവോ പാവപ്പെട്ട ഞങ്ങളോട് നിങ്ങൾ കാണിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കീറിപ്പറിഞ്ഞ വസ്ത്രത്തെ അല്പം നീക്കിക്കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ തിരയുകയാണ് ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണത്തെ. എന്നാൽ ആ നീക്കി വെക്കുന്ന കീറിപ്പറിഞ്ഞ ഞങ്ങളുടെ വസ്ത്രങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ വസ്ത്രങ്ങൾ തന്നെ പറഞ്ഞു തരും സത്യത്തിൽ ഞങ്ങളുടെ പ്രശ്നം എന്താണ്, അസുഖം എന്താണ്. നിങ്ങൾ പറയും, ഈ നിങ്ങളുടെ ചുമലിനും തോളിനുമൊക്കെ ഉണ്ടാകുന്ന വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന വേദന ഈർപ്പത്തിൻ്റെയും നനവിൻ്റെയും കാരണം കൊണ്ടാണ്. അമിതമായ അധ്വാനവും അതുപോലെ മഞ്ഞും മഴയുമൊന്നും വകവെക്കാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വിയർപ്പുമെല്ലാം ചേർന്നുകൊണ്ടുണ്ടാകുന്ന നീർക്കെട്ടാണ്. പക്ഷേ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്ക് ഈ കാരണം, ഈ അവസ്ഥ വരാനുള്ള അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും വീണ്ടും കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അമിതമായ ജോലിയും വളരെ കുറഞ്ഞ ഭക്ഷണവുമാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. അമിതമായ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള ഭക്ഷണമില്ല. അതുകൊണ്ട് ശരീരത്തിൽ രോഗത്തിൻ്റെ പ്രതിരോധശേഷിയും കുറയുന്നു. എന്നാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് സത്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയമുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കാർപ്പറ്റിൻ്റെ മൂല്യമെന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട 5000ഓളം രോഗികളുടെ ഫീസിന് തുല്യമല്ലേ? അതായത് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പണം നിങ്ങളൊക്കെ ആർഭാട ജീവിതത്തിനല്ലേ നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്?
എന്നാൽ അതിൽ നിന്നൊരല്പം ഇളവുകൾ ഞങ്ങൾക്ക് നൽകുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളവരായി മാറാൻ സാധിക്കുമായിരുന്നു. സത്യത്തിൽ ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാവർക്കും അറിയാം. അത് വളരെ ചെറിയ ഒരു വേടാണ്. എന്നാൽ അതൊരു രോഗകാരണമായി സമൂഹം പരിഗണിക്കാറില്ല. എന്താണത്? സത്യത്തിൽ അതാണ് ദാരിദ്ര്യം. ഒരിക്കലും വിട്ടുപോകാത്ത ദാരിദ്ര്യം. വളരെ മനോഹരമായ രീതിയിലാണ് ലേഖകൻ ഈ കവിത നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, പാഠത്തിൻ്റെ ഹെഡിങ് ഡോക്ടർ കെ നാം, ഡോക്ടറുടെ പേരിൽ, മസ്ദൂർ കാ പത്ര, തൊഴിലാളിയുടെ കത്ത്. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ തൊഴിലാളി, ഒരു രോഗിയായ തൊഴിലാളിയുടെ കത്ത്. ഇതൊരു കവിതയാണ്. എഴുതിയിരിക്കുന്നത് ബർത്തോൾഡ് ബ്രെക്റ്റ് എന്ന ജർമ്മൻ കവിയാണ്. കവിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. बर्तोल्ट ब्रेख्त का जन्म जर्मनी के आइंसबर्ग में 1898 में हुआ था. ബർത്തോൾട്ട് ബ്രെഖ്റ്റിൻ്റെ ജനനം ജർമ്മനിയിലെ ഐൻസ്ബർഗിൽ 1898 ഉണ്ടായത്. അംഗ്രേസി और ചീനി സാഹിത്യോं में, ഇംഗ്ലീഷ് ചൈന സാഹിത്യങ്ങളിൽ അദ്ദേഹം ബഹുത് രുചി रखने वाले थे. രുചി മീൻസ് ഇൻട്രസ്റ്റ്, താല്പര്യം. അദ്ദേഹം വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു. ആപ്പിനെ അദ്ദേഹം നിബന്ധ്, നാടക്, കവിത, ഉപന്യാസം, നാടകം, കവിത ആദി മുതലായ അനേക വിധാവുമേ, അനേകം ടൈപ്പുകളിൽ. സാഹിത്യത്തിന് അനേകം വശങ്ങളുണ്ട്, അനേകം ടൈപ്പുകളുണ്ട്. അതിൽ നിബന്ധ് മീൻസ് ഉപന്യാസം, നാടകം, കവിത മുതലായ വിധകളിൽ, ടൈപ്പുകളിൽ രചനായും കീം, അദ്ദേഹം രചന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രമുഖ് സമാജ് ദാർശനിക് ഭീതെ, അദ്ദേഹം ഒരു പ്രസിദ്ധ സമാജ ദാർശനിക്, സാമൂഹ്യ തത്വചിന്തകനും ആയിരുന്നു. 1956 में 1956 അഗസ്റ്റ് 14 को, ഓഗസ്റ്റ് 14 ആപ്ക, അദ്ദേഹത്തിൻ്റെ ദേഹാന്ത് ഹുവ, മരണം ഉണ്ടായി. നോക്കൂ, ഈ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ചിത്രങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ആ ബിൽഡിങ്ങുകൾ മുഴുവനും പരസ്പരം കൈകോർത്ത് നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. അതായത് ആദ്യം ഏറ്റവും മുകൾ ഭാഗത്തായി കാണുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലുമായി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റു ചില സ്ഥാപനങ്ങളാണ് തൊട്ടരികിലുള്ളത്. ഇവർ തമ്മിൽ പരസ്പരം ഒരു ധാരണ ഉണ്ടാവാറുണ്ട്. പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഇവരെല്ലാവരും കൈകോർത്ത് നിൽക്കുകയാണ്. ഒരു രോഗിയുടെ രോഗം നിർണയിക്കുന്നതിന് പല തരത്തിലുള്ള അനാവശ്യ ടെസ്റ്റുകളും ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരം ചൂഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിഷയമാണ് ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഹോസ്പിറ്റൽ കാണാം, MRI സ്കാനിങ് സെൻറ്റർ കാണാം. സാധാരണ സ്കാനിങ് സെൻ്ററാണ്. അതുപോലെ തന്നെ അത്യാഹിത വിഭാഗക്കാർക്കുള്ള വാർഡാണ്. അതുപോലെ ഇവിടെ പ്രയോഗശാലയുണ്ട്, മറ്റുള്ള ടെസ്റ്റുകൾ നടത്താനുള്ള ലാബുകളുണ്ട്. ദവാഖാന, ഇവിടെ മെഡിക്കൽ ഷോപ്പ് കാണാം. ഇതുപോലെ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നോക്കൂ, തൊഴിലാളിയായ രോഗി ഡോക്ടറോട് പറയുന്നു, ഹമേ മാലൂ ഹൈ, ഞങ്ങൾക്കറിയാം, അപ്നി ബീമാരി കാ കാരൺ, തങ്ങളുടെ ബീമാരി കാ കാരൺ, രോഗത്തിൻ്റെ കാരണം, വഹ്, അത്, ഏക് ചോട്ടാസ ശബ്ദ ഹെ, ഒരു ചെറിയ വേർഡ്, വാക്ക് ആകുന്നു. ജിസെ, അതിനെ, ആ വാക്കിനെ, സബ് ജാൻത്തെ ഹെ,
എല്ലാവർക്കും അറിയാം. പർ എന്നാൽ കൊയ് കഹ്താ നഹി, ആരും അത് പറയാറില്ല. ഇവിടെ രോഗി പറയുന്നത് ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം അതൊരു ചെറിയ വാക്കാണ്. സത്യത്തിൽ ആ വാക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു കാരണമായി ആരും പൊതുവെ പറയാറില്ല. നോക്കൂ, ജബ് ബീമാർ പഡ്തേ ഹൈ തോ ബതായാ ജാതാ ഹൈ സിർഫ് തുമീം ഡോക്ടർ. തുമീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടറെയാണ്. ഹമേം ബച്ചാ സക്തേ ഹോ, അതായത് ജബ് എപ്പോഴാണോ ബീമാർ പഡ്തേ ഹേ രോഗിയായി മാറുന്നത്, ബീമാരി രോഗം, ബീമാർ രോഗി, ജബ് ബീമാർ പഡ്തേ ഹേ എപ്പോഴാണോ രോഗിയായി തീരുന്നത് ഞങ്ങൾ, തോ ബതായാ ജാതാ ഹേ ആ സമയത്ത് പറയപ്പെടുന്നു, രോഗികളായി ഞങ്ങൾ പറയാറുണ്ട്, സിർഫ് കേവലം, തുമീം നിങ്ങൾക്ക് മാത്രമേ. ആരോട്, ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? ഡോക്ടറെ, ഡോക്ടറോടാണ് പറയുന്നത്. തുമീം നിങ്ങൾക്ക് മാത്രമേ, ഹമ്മേം ബച്ചാ സക്തേ ഹോ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല രോഗം പിടിപെടുന്ന സമയത്ത് ഡോക്ടറുടെ മുന്നിൽ ചെന്നുകൊണ്ട് ഞങ്ങൾ പറയാറുണ്ട്, ഡോക്ടറെ നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? जनता के पैसे से बने बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने. ഞങ്ങൾ വെറുതെയല്ല നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ജനതാക്കെ ജനങ്ങളുടെ പൈസേസെ പണം കൊണ്ട് ബനെ ഉണ്ടാക്കിയ ബഡേ ബഡേ മെഡിക്കൽ കോളേജോമേ വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ഖൂബ് സാര വളരെയധികം പൈസ ഖർച്ച് കർക്കെ പണം ചെലവഴിച്ചിട്ട് 10 സാൽ തക്ക് 10 വർഷം വരെ 10ഓളം വർഷം വരെ ഡോക്ടറി की ശിക്ഷ ഡോക്ടർ എഡ്യൂക്കേഷൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ തുമ്നെ പായി ഹെ നിങ്ങൾ പായി ഹെ നേടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വരുന്നത്. സാധാരണക്കാരായ ആളുകളുടെ പണം കൊണ്ട് നിർമ്മിച്ച വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒരുപാട് പണം ചെലവഴിച്ച് 10ഓളം വർഷം വരെ മെഡിക്കൽ എഡ്യൂക്കേഷൻ നേടിയവരാണ് നിങ്ങളെന്ന് ഞങ്ങൾക്കറിയാം. ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എന്നാൽ तब तो तुम हमें अवश्य अच्छा कर सकोगे क्या? सचमुच तुम हमें स्वस्थ कर सकते हो? तब तो तुम അപ്പോൾ അങ്ങനെയാണെങ്കിൽ, തും നിങ്ങൾക്ക്, തബ് അപ്പോൾ, തോ എങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ, തും നിങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് എന്നർത്ഥം വെക്കണം. കാരണം ഈ സെന്റൻസിന്റെ അവസാനത്തിൽ സക്കോഗെ സഖ്ന രൂപം വന്നിട്ടുണ്ട്. സഖ്ന, ജാനിന ഈ 2 ക്രിയകൾ ഒരു സെന്റൻസിൽ വരുമ്പോൾ ആ സെന്റൻസിലെ സബ്ജക്റ്റിന്റെ കൂടെ കോ എന്ന പ്രത്യയത്തെ ചേർക്കാൻ പാടില്ല എന്നതാണ് നിയമം. കോ ചേർക്കാൻ പാടില്ലെങ്കിലും കോ എന്നതിൻ്റെ അർത്ഥം അവിടെ പ്രയോഗിക്കുകയും വേണം. അതായത് സഖ്ന, ജാനിന എന്ന രൂപങ്ങൾ ഒരു സെന്റൻസിൽ വരുമ്പോൾ ആ സെന്റൻസിലെ പ്രധാന സബ്ജക്റ്റിന്റെ കൂടെ കോ എന്ന പ്രത്യയത്തെ ചേർക്കാൻ പാടില്ല. പക്ഷേ കോ എന്നതിൻ്റെ അർത്ഥം അവിടെ ആവശ്യവുമാണ്. നോക്കൂ, തും നിങ്ങൾ എന്നർത്ഥം വെച്ചാൽ പോരാ. സഖ്ന എന്ന് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക്, അതാണ് കോയുടെ അർത്ഥം, ക്ക് എന്ന് ചേർത്തത്, നിങ്ങൾക്ക്, ഞങ്ങളെ അവശ്യ തീർച്ചയായും അച്ഛാക്കർ സഗോഗെ സുഖപ്പെടുത്താൻ സാധിക്കും. അച്ഛാക്കർന നന്നാക്കുക, ഡോക്ടർ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖം സുഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ അസുഖത്തെ സുഖപ്പെടുത്താൻ സാധിക്കും. ക്യാ എന്താ? സച്ച്മുച്ച് സത്യത്തിൽ, തും നിങ്ങൾക്ക്, അവിടെ നിങ്ങൾ എന്നർത്ഥം വെച്ചാൽ പോരാ, കാരണം അവസാനം സക്ന രൂപം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഹമേം ഞങ്ങളെ സ്വസ്ഥ കർ സക്തേ ഹോ ആരോഗ്യവാന്മാരാക്കാൻ സാധിക്കുമോ? അതായത് രോഗി പറയുന്നത്, ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആളുകളിൽ നിന്ന് നികുതി രൂപത്തിൽ
വാങ്ങിയ പണം കൊണ്ടുള്ള മെഡിക്കൽ കോളേജുകളിലാണ് നിങ്ങൾ പഠിച്ചത്. ധാരാളം പണം നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്, ധാരാളം വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ അസുഖം സുഖപ്പെടുത്താൻ സാധിക്കും. മാത്രമല്ല, അതോടൊപ്പം ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു, അസുഖം സുഖപ്പെടുത്താൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളെ ആരോഗ്യവാന്മാരാക്കാൻ സാധിക്കുമോ? പല രോഗികളും ചില ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുന്നതോടുകൂടി നിത്യ രോഗികളായി മാറുകയാണ്. അല്ലെങ്കിൽ ആ ഡോക്ടർമാർ ചൂഷണം ചെയ്തുകൊണ്ട് ഈ പാവപ്പെട്ട രോഗികൾ പിന്നീട് ഒരു നിവൃത്തിയുമില്ലാത്ത രീതിയിലേക്ക്, ദയനീയമായ അവസ്ഥയിലേക്ക് മാറാറുമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞങ്ങളെ ശരിക്കും ഒരു ആരോഗ്യമുള്ളവരാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങളുടെ അസുഖത്തെ സുഖപ്പെടുത്താനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് താൽക്കാലികമായിട്ട്. तुम्हारे पास आते हैं जब बदन पर बचे जिथड़े गींज कर, कान लगाकर सुनते हो तुम हमारे नंगे जिस्मों की आवाज़, खोजते हो कारण शरीर के भीतर. കവിതക്ക് വേർഡുകളും വരികളും ഡിസോർഡർ ആയിരിക്കും. അത് കൃത്യമായി മനസ്സിലാക്കണം. അതിൻ്റെ ഓർഡർ രൂപത്തിലേക്ക് മാറ്റുമ്പോഴാണ് അതിൻ്റെ ആശയം നമുക്ക് ലഭിക്കുക. തുമാരെ പാസ് ആത്തെ ഹെ ജബ്, അർത്ഥം വെക്കുമ്പോൾ ജബ് തുമാരെ പാസ് ആത്തെ ഹെ, ജബ് എപ്പോഴാണോ, തുമാരെ പാസ് നിങ്ങളുടെ അരികത്തേക്ക്, ആത്തെ ഹെ ഞങ്ങൾ വരാറുള്ളത്, ആ സമയത്ത് ബദൻ പർ ബച്ചെ ചിത്തടെ ഗീഞ്ച് കർ, ബദൻ പർ ബച്ചെ ഞങ്ങളുടെ ശരീരത്തിൽ മിച്ചമുള്ള, എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവസ്ഥയുമൊന്നുമല്ല ഈ ദാരിദ്ര്യമുള്ള രോഗിക്കുള്ളത്. അതുകൊണ്ട് അല്പം വസ്ത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ശരീരത്തിൽ മിച്ചമുള്ള, ചിത്തടെ പഴകിയ വസ്ത്രം, കീറിപ്പറിഞ്ഞ വസ്ത്രം, ഘീഞ്ചിക്കർ വലിച്ചുകൊണ്ട്, അല്പം നീക്കിക്കൊണ്ട്, കാൻ ലഗാക്കർ, കാൻ എന്ന് പറഞ്ഞാൽ ചെവി എന്നാണ്, കാൻ ലഗാന എന്ന് പറഞ്ഞാൽ ചെവി കൂർപ്പിച്ച് കേൾക്കുക എന്നർത്ഥമാണ്. കാൻ ലഗാക്കർ സുൻതേഹോ തും കാൻ ലഗാക്കർ സുൻതേഹോ, നിങ്ങൾ ചെവി കൂർപ്പിച്ച് കേൾക്കാറുണ്ടല്ലോ. ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലുള്ള മിച്ചമുള്ള വസ്ത്രത്തെ അല്പം നീക്കി നിങ്ങൾ ചെവി കൂർപ്പിച്ച് കേൾക്കാറുണ്ടല്ലോ. എന്ത്? ഹമാരെ നംഗെ ജിസ്മോം കി ആവാസ്, ഞങ്ങളുടെ നംഗെ നഗ്നമായ, ജിസ്മോം കി ശരീരത്തിലുള്ള, ആവാസ് ശബ്ദത്തെ, അതായത് നമ്മുടെ ഹൃദയമിടിപ്പ് നോക്കാറുണ്ടല്ലോ അവർ, അതാണ് ആ ഉദ്ദേശിച്ചത്. എന്നിട്ട് നിങ്ങൾ ആ ഹൃദയമിടിപ്പ് പരിശോധിച്ച് ഖോജ് തേഹോ അന്വേഷിക്കുന്നു, തിരയുന്നു. എന്ത്? ശരീർ കെ ഭീത്തർ കെ കാരൺ, ശരീരത്തിൻ്റെ അകത്ത് കാരണത്തെ, രോഗത്തിൻ്റെ കാരണത്തെ നിങ്ങൾ പരിശോധിക്കുന്നു. അതായത് ഇവിടെ ഉദ്ദേശിച്ചത്, ഞങ്ങൾ നിങ്ങളുടെ അരികത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ മിച്ചമുള്ള വസ്ത്രത്തെ നീക്കിക്കൊണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റെതസ്കോപ്പ് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിലെ ആ ഹൃദയമിടിപ്പിനെ പരിശോധിച്ച് ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗത്തിൻ്റെ കാരണത്തെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടല്ലോ. പർ എന്നാൽ, അഗർ അഥവാ, ഏക്ക് നസർ ഒരു നോട്ടം, ശരീർ കെ ചിതടോം പർ ഡാലോ, ശരീരത്തിലെ ചിതടോം പർ പഴകിയ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളിലേക്കൊന്ന് പതിപ്പിക്കും. തോ वे शायद तुम्हें ज्यादा बता सकेंगे क्यों खिस पिट जाते हैं हमारे शरीर और कपड़े. എന്താ പറഞ്ഞത്? അഥവാ നിങ്ങൾ ഞങ്ങളുടെ ശരീരം പരിശോധിച്ച് അസുഖത്തെ കണ്ടെത്താൻ, അസുഖത്തിൻ്റെ കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്ത്, ആ സമയത്ത് അഗർ അഥവാ ഏക് നസർ ഒരു നോട്ടം, ശരീർ കെ ചിതടോം പർ ഡാലോ ഞങ്ങളുടെ ശരീരത്തിലുള്ള ആ പഴകിയ വസ്ത്രങ്ങളിലേക്ക് ഒന്നു നിങ്ങളുടെ ദൃഷ്ടി പതിപ്പിക്കൂ, ഒരു നോട്ടം നിങ്ങൾ നോക്കൂ. തോ എങ്കിൽ, അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, വേ അവ, ആ പഴകിയ വസ്ത്രങ്ങൾ, ഷായദ് ഒരു പക്ഷേ, തുമേം നിങ്ങൾക്ക്, ജ്യാദ ബതാ സകെങ്കെ കൂടുതലായി പറഞ്ഞു തന്നേക്കാം, ക്യോ ഘിസ് പിറ്റ് ജാത്തെ ഹേ എന്തുകൊണ്ടാണ് ഘിസ് പിറ്റ് ജാത്തെ ഹേ ഇങ്ങനെ തേഞ്ഞ് ഉടഞ്ഞു പോയത്, ഹമാരെ ശരീർ ഔർ കപ്പടെ ഞങ്ങളുടെ ശരീരവും വസ്ത്രവും ഇത്രമാത്രം തളർന്ന് ക്ഷയിച്ച്, അല്ലെങ്കിൽ കീറിപ്പറിഞ്ഞു പോവുക എന്ന രീതിയിൽ തന്നെ, അല്ലെങ്കിൽ തേഞ്ഞു പോയത് എന്നത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരും ഈ വസ്ത്രങ്ങൾ.
ഞങ്ങളുടെ അസുഖമെന്ന് പറയുന്നത് സത്യത്തിൽ ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്തത്, അമിതമായി ഞങ്ങൾക്ക് അധ്വാനിക്കേണ്ടി വരുന്നത്. അതിൻ്റെ കാരണമായിട്ടാണ് മഴയും വെയിലും മഞ്ഞും പരിഗണിക്കാതെ അമിതമായ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അസുഖം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഞങ്ങളുടെ അവസ്ഥയാണ്. ഞങ്ങളുടെ ശരീരത്തിലുള്ള വസ്ത്രത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണമെന്ന് ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ബസ് ഏക് ഹി കാരൺ ഹേ ദോനോ കാ. ഇത്രമാത്രം. ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ വസ്ത്രവും തകർന്നു പോയതിൻ്റെ കാരണം ഇത്രമാത്രമാണ്. രണ്ടിൻ്റെയും കാരണം ഒന്ന് തന്നെയാണ്. വഹ്, അത് ഏക് ചോട്ടാ സാ ശബ്ദ് ഹേ, ഒരു ചെറിയ വാക്കാണ്. ജിസേ സബ് ജാൻതേ ഹേ പർ കഹ്താ കോയി നഹി. ജിസേ, അതിനെ, സബ് ജാൻതേ ഹേ, എല്ലാവർക്കും അറിയാം, പർ, പക്ഷേ, കഹ്താ കോയി നഹി, കോയി, ആരും, കഹ്താ നഹി, പറയാറില്ല. അതൊരു അസുഖത്തിൻ്റെ കാരണമായി പറയാറില്ല, പക്ഷേ അതാണ് ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം. തും കഹത്തെ ഹോ कंधे का दर्द टीसता है नमी और सीलन की वजह से. डॉक्टर, तुम ही बताओ, यह सीलन कहाँ से आई? तुम कहते हो, നിങ്ങൾ പറയുന്നു, കന്ധേ കാ ദർദ്, തോളിൻ്റെ, ഞങ്ങളുടെ ഷോൾഡറിൻ്റെ വേദന, ടീസ്താഹെ, വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദർദ് ടീസ്ന എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വേദനിക്കുക എന്നാണ്. ഒരിക്കൽ വേദനയുണ്ടാകുന്നു, പിന്നീട് അത് സുഖമാകുന്നു, പിന്നീട് വീണ്ടും അത് ആവർത്തിക്കുന്നു. ഇതുപോലെ കന്തേക്ക ദർദ് ടീസ്താഹെ, ചുമലിൻ്റെ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ വേദന വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് നമി ഔർ സീലൻ കി വജഹ് സേ. നിങ്ങൾ പറയുന്നത് എന്താണ്? നമി, നനവിൻ്റെയും, സീലൻ കി, ഈർപ്പത്തിൻ്റെയും, വജഹ് സേ, കാരണം കൊണ്ടാണ്. ഡോക്ടർ, തുമീം ബത്താവോ, നിങ്ങൾ തന്നെ പറയൂ. സത്യത്തിൽ യഹ് സീലൻ, ഈ ഈർപ്പം, കഹാം സെ ആയി ഹെ, എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വന്നത്? സത്യത്തിൽ ഓരോ ഡോക്ടർമാരും അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഡോക്ടർമാർ പറയുന്നത്, ചുമല് വേദനയുമായി തോളുവേദനയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വീണ്ടും തരുന്നു. വീണ്ടും അസുഖമുണ്ടാകുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറയുന്നു, വിട്ടുമാറാത്ത രീതിയിൽ, എപ്പോഴും ഈ നനവും ഈർപ്പവുമുള്ള രീതിയിൽ ആ സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചുമലുവേദനയുണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾ പറയൂ ഡോക്ടർ, ഈ ഈർപ്പം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈർപ്പത്തിൽ നിന്നാണ് ഈ വേദന ഉണ്ടായതെന്ന് നിങ്ങൾ പറഞ്ഞു. എങ്കിൽ ഈ ഈർപ്പം ഉണ്ടായത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ദാരിദ്ര്യത്തിൻ്റെ കാരണത്താൽ മഴയോ വെയിലോ മഞ്ഞോ അതൊന്നും പരിഗണിക്കാതെ അമിതമായ രീതിയിൽ ജോലി ചെയ്യേണ്ടി വരും. ഈ മഴയത്തും അതുപോലെ മഞ്ഞുമൊക്കെ ഉള്ള സമയത്ത് അമിതമായി ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന വിയർപ്പും കാരണത്താൽ ഞങ്ങൾക്ക് നീരിറക്കം സംഭവിക്കുകയും ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ വേദന വീണ്ടും ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് ഒരല്പസമയം റെസ്റ്റ് എടുക്കാൻ സാധിക്കുന്നില്ല. നിരന്തരമായി അമിതമായ രീതിയിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഇതിൻ്റെ കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യം തന്നെയാണ്. ആ ദാരിദ്ര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് അധ്വാനിക്കേണ്ടി വരുന്നത്. അങ്ങനെ നിരന്തരമായ അധ്വാനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നനവും ഈർപ്പവുമുള്ള രീതിയിൽ കഴിയേണ്ടി വരുന്നത്. बहुत ज़्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें नुस्खा पर लिखते हो. ഞങ്ങൾ ഇങ്ങനെ ജോലിക്ക് ഇറങ്ങുന്നതിൻ്റെ കാരണം ബഹുത്ത് ജ്യാദ കാം, ഒന്ന് ബഹുത്ത് ജ്യാദ കാം, ഒരുപാട് അമിതമായ ജോലി, അധികം വർക്ക്, और बहुत कम ഭോജൻ, പക്ഷേ വളരെ കുറഞ്ഞ ഭക്ഷണം. കൂടുതൽ ജോലിയും കുറഞ്ഞ ഭക്ഷണവും ദുബലാ കർ ദിയാ ഹെ, വളരെ തളർത്തിയിരിക്കുന്നു, വളരെ ഞങ്ങളെ തകർത്ത് കളഞ്ഞിരിക്കുന്നു, ക്ഷീണിപ്പിച്ചിരിക്കുന്നു. ഹമേം, ഞങ്ങളെ, ഓർഡർ പറയുമ്പോൾ ഹമേം, ഞങ്ങളെ, ബഹുത്ത് ജ്യാദ കാം ഔർ ബഹുത്ത് കം ഭോജൻ നെ ദുബലാ കർ ദിയാ ഹെ, ഞങ്ങളെ വളരെയധികം ജോലിയും വളരെ കുറഞ്ഞ ഭക്ഷണവും ഞങ്ങളെ ആകെ തളർത്തി കളഞ്ഞിരിക്കുന്നു.
ദാരിദ്ര്യം കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ നുസ്ഖെ പർ ലിഖ്തേ ഹോ, ഒരു ലിസ്റ്റിൽ ഷീറ്റിൽ എഴുതി തരുന്നു. ഔർ വസൻ ബഡാവോ, ഒന്നുകൂടി ഭാരം വർദ്ധിപ്പിക്കണം, ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കണം, അതിനുവേണ്ടി നല്ല പോഷകങ്ങൾ അടങ്ങുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കണമെന്നാണ് നിങ്ങൾ എഴുതി തരുന്നത്. യഹ്, ഇത് ഏതോ വൈസാ ഹി ഹെ ദൽദലി ഖാസ് സെ കഹോ കി വഹ് ഗുഷ്ക് രഹെ. ഈ പറയുന്ന ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഞങ്ങളോട് വീണ്ടും പോഷകം ഉള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത് യഹ്തോ വൈസാ ഹി ഹെ, ഇത് അപ്രകാരമാണ്. എപ്രകാരം? ആ ഉദാഹരണമാണ് ദൽദലി ഖാസ് സെ കഹോ. ദൽദലി ചതുപ്പ് നിലത്തിലെ, ഖാസ് സെ പുല്ലിനോട്, കഹോ പറയുകയാണ്. കി എന്തെന്നാൽ വഹ് ഖുഷ്ക് രഹേ, അത് ഉണങ്ങിപ്പോവട്ടെ. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് എപ്പോഴും വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചതുപ്പ് പ്രദേശത്ത് വളരുന്ന ഒരു ചെടിയോട് നീ ഉണങ്ങണം എന്ന് പറയുന്നത്. ഇത് നടക്കുന്ന കാര്യമല്ല. അതുപോലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ജീവിക്കുന്ന ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട രോഗികളോട് നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക, അങ്ങനെ ഇരിക്കുമ്പോഴേ രോഗം വരാതിരിക്കൂ എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമല്ലേ ഡോക്ടർ? डॉक्टर, तुम्हारे पास कितना वक्त है हम जैसों के लिए? क्या हमें मालूम नहीं? तुम्हारे घर के एक कालीन की कीमत 5,000 मरीजों से मिली फीस के बराबर है. डॉक्टर, तुम्हारे पास, നിങ്ങളുടെ അടുത്ത്, കിतना വക്ത് ഹെ, എത്ര ടൈമുണ്ട്, എത്ര സമയമുണ്ട്, ഹം ജയ്സോം കെ ലിയെ, ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്ക് എത്ര സമയമുണ്ട്? ക്യാ ഹമേ മാലൂം നഹി, എന്താ ഞങ്ങൾക്കറിയില്ലേ? തുമാരെ ഘർ കെ ഏക് ഖാലീൻ കി കീമത്ത്, നിങ്ങളുടെയൊക്കെ ഘർ കെ വീട്ടിലുള്ള ഏക്ക് ഒരു കാലീൻ കി, ഒരു കാർപ്പറ്റിൻ്റെ കീമത്ത്, വില എന്ന് പറയുന്നത്, നിലത്തിട്ട് ചവിട്ടുന്ന ഒരു കാർപ്പറ്റിൻ്റെ വില 5,000 മരീസോം സെ, 5,000, ഹസാർ 1000 5,000 രോഗികളിൽ നിന്ന് മിലി കിട്ടിയിരിക്കുന്ന ഫീസ് കെ ബരാബർ ഹെ, ഫീസിന് തുല്യമാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകളെ പിഴിഞ്ഞുണ്ടാക്കുന്ന പണം നിങ്ങളെപ്പോലുള്ളവർക്ക് ആർഭാടമായി ജീവിക്കാനല്ലേ? അതിൽ നിന്നൊരല്പം കനിവ് ഞങ്ങളോട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുന്ദരമായി ജീവിക്കാം, ഞങ്ങളെപ്പോലുള്ളവർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അലിവ് ഞങ്ങളോട് തോന്നാത്തത്? അതാണ് ബരാബർ ഹെ, അതിന് തുല്യമാണ് എന്ന് പറഞ്ഞത്. ബേശക് തും കഹോഗേ इसमें तुम्हारा कोई दोष नहीं, हमारे घर की दीवार पर छाई सीलन भी यही कहानी दोहराती है. ബേശക്, ഒരു സംശയവുമില്ല. തും കഹോഗെ, നിങ്ങൾ പറയും, ഇസ്മേ തുമാരാ കോയി ദോഷ് നഹി, നിങ്ങളെപ്പോലുള്ള വീടുകളിലെ കാർപ്പറ്റ് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട രോഗികളുടെ 5,000 രോഗികളുടെ ഫീസിന് തുല്യമാണെന്ന് പറഞ്ഞാൽ അത്രയും രോഗികളെ പരിശോധിച്ച് കിട്ടുന്ന പണമൊക്കെ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ചെലവഴിക്കുന്നത് എന്ന് ഞങ്ങളെപ്പോലുള്ളവർ ചോദിച്ചാൽ ഒരു സംശയവുമില്ല. തും കഹോഗെ, നിങ്ങൾ പറയും, ഇസ്മേ തുമാരാ കോയി ദോഷ് നഹി, ഇതിന് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ലല്ലോ, ഞങ്ങൾ ഈ വാങ്ങിക്കുന്നത് ഞങ്ങളുടെ പണം കൊണ്ടല്ലേ, നിങ്ങൾക്കെന്ത് ദോഷമാണ് ഇതുകൊണ്ടുള്ളത് എന്ന് നിങ്ങൾ പറയും, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഹമാരെ ഘർ കി ദീവാർ പർ, ഞങ്ങളുടെ വീടുകളുടെ ദീവാർ പർ, ചുമരുകളിൽ ഛായി വ്യാപിച്ചിരിക്കുന്ന സീലൻ ഭീ, ഈർപ്പം പോലും നനവ് പോലും, യഹി കഹാനി ദൊഹറാതി ഹെ, ഇതേ കഥ തന്നെയാണ്, ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ കഥ തന്നെയാണ് ദൊഹറാതി ഹെ, വീണ്ടും വീണ്ടും പറയാതെ പറയുന്നത്. അതായത് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നാൽ ചോർന്നൊലിക്കുന്ന വീട് നിങ്ങൾക്ക് കാണാം, നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ഞങ്ങളുടെ വീടിൻ്റെ ചുമരുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ നനഞ്ഞു കുതിർന്ന ചുമരുകൾ പോലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, അതുപോലെ ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ
കഥകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് മനസാക്ഷിയുള്ളവന് മാത്രമേ ആ കഥ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഹമേ മാലൂ ഹൈ अपनी बीमारी का कारण वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं, वह है गरीबी. डॉक्टर हमें मालूम है, ഞങ്ങൾക്കറിയാം, അപ്നി ബീമാരി കാ കാരണം, ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം, വഹ് അത് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹെ, ഒരു ചെറിയ വാക്കാണ്, വേർഡാണ്. ജിസെ ആ വേർഡിനെ സബ് ജാൻതേ ഹെ, എല്ലാവർക്കും അറിയാം. നേരത്തെ പറഞ്ഞ സക്ന ജാനിന, അതിലെ ജാനിനെയാണ് വന്നത്. ആ ജാനിന വന്നതുകൊണ്ട് സബ് എന്നതിൻ്റെ കൂടെ കോ ചേർത്തിട്ടില്ല. പക്ഷേ കോയുടെ അർത്ഥം നമ്മൾ നൽകിയിട്ടുണ്ട്. സബ്കോ ജാൻതേ ഹെ എന്നാണ് അർത്ഥം വെക്കുന്നത്. സബ്കോ എല്ലാവർക്കും, അക്ക് എന്നുള്ള അർത്ഥം വരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ജാനിന സക്ന വരുമ്പോൾ നമ്മൾ സബ്ജക്റ്റിന്റെ കൂടെ കോ ചേർക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അർത്ഥം വെക്കാം. അതുകൊണ്ടാണ് സബ് എന്നതിനിക്ക് നമ്മൾ എല്ലാവർക്കും എന്നർത്ഥം വെച്ചത്. സബ് ജാൻതേ ഹെ, എല്ലാവർക്കും അറിയാം. പർ പക്ഷേ കോയി കെഹ്താ നഹി, ആരും അതൊരു കാരണമായി പറയാറില്ല. ഏതാണ് ആ കാരണമെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലെങ്കിൽ ആ വേർഡ് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? വഹ് ഹേ, അതാകുന്നു ഗരീബി, ദാരിദ്ര്യം. വളരെ നല്ല ഒരു മെസ്സേജാണ്. ഇന്നത്തെ യുഗത്തിൽ നടക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഈ കവിതയിലൂടെ ലേഖകൻ നമുക്ക് വരച്ച് കാണിച്ചിരിക്കുന്നത്, കവി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഏകദേശം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ മരിച്ചാൽ പോലും മണിക്കൂറുകളോളം വെന്റിലേറ്ററിൽ കിടത്തിക്കൊണ്ട് ആ പാവപ്പെട്ട കുടുംബത്തെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളായി നിങ്ങളോട് ഇത്തരമൊരു കവിത നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്, പഠിച്ചുകൊണ്ട് നാളെ നല്ലൊരു ഡോക്ടറായി മാറുമ്പോൾ ഇത്തരം പാവപ്പെട്ട രോഗികളുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് അർഹമായത് ദൈവം നിങ്ങൾക്ക് നൽകും. അതിനപ്പുറത്തേക്ക് പാവപ്പെട്ട രോഗികളെ പിഴിഞ്ഞുകൊണ്ട് സമ്പാദിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് ഈ കവിതയിലൂടെ ലഭിക്കുന്നത്. പാഠത്തിലെ ചില വാക്രത്തങ്ങൾ കൂടി നോക്കിക്കൊണ്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാം. ബദൻ, ജിസ്മ്, ശരീരം. ചിത്തട, കീറത്തുണി, കീറിപ്പറിഞ്ഞ വസ്ത്രം. മാലൂം, അറിയുക. സിർഫ്, മാത്രം. ബീമാരി, രോഗം. ജനത, പൊതുജനം. പാന, നേടുക. ഖൂബ് സാര, വളരെ അധികം. ശിക്ഷ, വിദ്യാഭ്യാസം. ഖർച്ച് കർണ, ചിലവാക്കുക, ചിലവഴിക്കുക. ആവാസ്, ശബ്ദം. നങ്ക, നഗ്നമായ. ഘീഞ്ചിന, വലിക്കുക. സ്വസ്ഥ്, ആരോഗ്യമുള്ള. സച്ച് മുച്ച്, യഥാർത്ഥത്തിൽ. വജഹ്, കാരണം. സീലൻ, ഈർപ്പം. ദുബല, മെലിഞ്ഞ. നുസ്ഖ, മരുന്ന് അല്ലെങ്കിൽ കുറിപ്പ്. ദൽദലി, ചതുപ്പ്. ഘാസ്, പുല്ല്. ഖുഷ്ക്, സൂഖ് അല്ലെങ്കിൽ സൂഖാഹുവ, ഉണങ്ങിയ. ഗരീബി, ദാരിദ്ര്യം. ഖബ്രാന, ഭയഭീത് ഹോന, ഭയപ്പെടുക. ബേഷക്, നിസ്സംശയം, നോ ഡൗട്ട്. വസൻ, വെയ്റ്റ്, ഭാരം. അവശ്യ, തീർച്ചയായും. കന്ഥ, തോൾ, ഷോൾഡർ. ദർദ്, വേദന. ഘോജന, അന്വേഷിക്കുക. ഘിസ്പീറ്റ്, തേഞ്ഞുപോയ. വസ്ത്രങ്ങളും ശരീരങ്ങളുമൊക്കെ തേഞ്ഞ് തകർന്നു പോകുന്നതിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഷായദ്, ഒരു പക്ഷേ. ഖിസ്ന, തേയുക. സിയാദ, കൂടുതൽ. വക്ത്, സമയം. ദൊഹ്റാന, ആവർത്തിക്കുക, റിപ്പീറ്റ് ചെയ്യുക. കാലീൻ, കാർപ്പറ്റ്. ടീസ്ന, വീണ്ടും വീണ്ടും വേദനിക്കുക. ഛാന,
വ്യാപിക്കുക. നമി നനവ്. ഇത്രയുമാണ്. എല്ലാവരും ഈ ഭാഗം വളരെ കൃത്യമായി ഈ ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ധന്യവാദ്.